ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാകുന്ന ഒരു വീഡിയോ ആണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്നവർക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്കാണ് ഒരു പർച്ചേസ് ബില്ല് നമ്മൾ ടാലിയിൽ 2 വട്ടം എൻട്രി ചെയ്യുക. അപ്പം അങ്ങനെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡബിൾ എൻട്രി എന്ന് പറയും. അങ്ങനെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ട്സ് പ്രോപ്പറല്ല, നമ്മുടെ ഫൈനൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെയൊക്കെ അത് ബാധിക്കും. കൂടാതെ GST റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും അതൊരു പ്രോബ്ലമായിട്ട് വരും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ അതിനകത്ത് ആദ്യമേ ഒരു കാര്യം പറയേണ്ടത്, നമ്മൾ ഈ ടാലി ERP 9 അല്ലെങ്കിൽ ടാലി പ്രൈമോ, ഇതിനകത്ത് ടാലി കമ്പനി മീൻസ് ടാലി സൊല്യൂഷൻസ്, അവർ ഇത് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഡീഫോൾട്ടായിട്ട് ഒരു ഓപ്ഷനും തരുന്നില്ല. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ പ്രോഗ്രാം നമുക്ക് ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണം, നമ്മുടെ ടാലി പ്രൈമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ആ അഡീഷണൽ പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് TDL എന്ന് പറയും, ടാലി ഡെഫിനിഷൻ ലാംഗ്വേജ്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഫയൽ നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒരു കമ്പനി നമുക്ക് ഏത് കമ്പനിയിലോട്ടാണ് നമുക്കത് ബ്ലോക്ക് ചെയ്യേണ്ടത് അത് ഓപ്പൺ ആക്കുക. ഞാനിപ്പോൾ ഇവിടെ ABC ലിമിറ്റഡ് ഓപ്പൺ ആക്കി. ഓക്കെ, ശേഷം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏത് ഫോൾഡറിലാണ് നമ്മൾ ആ ഫയൽ, ഞാൻ നേരത്തെ പറഞ്ഞ TDL ഫയൽ എന്ന് പറഞ്ഞത് കിടക്കുന്നത്, അവിടെ പോവുക. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ G ഫോൾഡറിനകത്ത് ഫ്രീ ടാലി TDL, അതിനകത്ത് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് പർച്ചേസ് അവോയ്ഡ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഞാൻ അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തു, പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്തു, ശേഷം സെക്യൂരിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ പാത്ത് ഇത്രയും ഞാൻ കോപ്പി ചെയ്തു, Ctrl+C അടിച്ച് കോപ്പി ചെയ്തു. ശേഷം ഇത് ക്യാൻസൽ ചെയ്തു, ഇത് മിനിമൈസ് ചെയ്തു. ഇനി നമ്മൾ നേരെ ടാലി പ്രൈമിലോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ F1 ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം TDLs ആൻഡ് ആഡ് ഓൺസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന സ്ക്രീനിൽ F4 അല്ലെങ്കിൽ മാനേജ് ലോക്കൽ TDLs എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സ്ക്രീൻ വരും. ഇതിൽ നമ്മൾ എൻ്റർ കീ അടിച്ചാൽ മതി. എൻ്റർ കീ അടിക്കുമ്പോഴത്തേക്കും ഇവിടെ ഫയൽ നെയിം കൊടുക്കാൻ വരും. അപ്പോൾ നമ്മളിവിടെ നേരത്തെ Ctrl+C അടിച്ച് ഓൾറെഡി അത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ അതിനെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ടാലിയിൽ നമുക്കൊരു പേസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇത് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ സാധാരണ നമ്മൾ എക്സലിലാണെങ്കിൽ Ctrl+C എന്ന് പറയുന്നത് കോപ്പിയും Ctrl+V എന്നുള്ളത് പേസ്റ്റുമാണ്, എക്സലിലാണെങ്കിലും വേഡിലാണെങ്കിലും. പക്ഷേ ടാലിയിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിൽ ആൾട്ട് കൂടി ആഡാവും. Ctrl+Alt+C ആണ് ടാലിയിൽ കോപ്പി ചെയ്യേണ്ട ഫംഗ്ഷൻ കീ, Ctrl+Alt+V ആണ് പേസ്റ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ കീ. Ctrl പ്രസ് ചെയ്തു, Alt പ്രസ് ചെയ്തു, V പ്രസ് ചെയ്തു. കണ്ടോ, V പ്രസ് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ കോപ്പി ചെയ്ത ഫയൽ ഇവിടെ വന്നു. ഇനി ഞാൻ ജസ്റ്റ് എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. പ്രസ് ചെയ്തപ്പോഴത്തേക്കും അവർ അടുത്ത ലോഡ് TDL എന്ന് പറഞ്ഞിവിടെ ചോദിക്കുന്നുണ്ട്. അവിടെ എസ് ആണ്. അത് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫയൽ ലോഡ് ചെയ്യണോ, നമ്മുടെ ഈ കമ്പനിയിൽ ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലോഡാവത്തില്ല, നമ്മൾ എസ് കൊടുത്താലേ ഇത് ലോഡാകത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എസ് തന്നെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റർ കീ അടിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അടുത്തൊരു ഓപ്ഷൻ വരും. എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും വേറെ ഏതെങ്കിലും TDL ഫയൽ ഇതിനകത്ത് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഇല്ലെങ്കിൽ ഇവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് അടിച്ചാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഫയൽ നമ്മുടെ ഫോൾഡറിനകത്ത് എവിടെയാണോ ഈ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ പർച്ചേസ് അവോയ്ഡ് എന്നുള്ള ആ TDL ഫയൽ കിടക്കുന്നത്, ഞാൻ അവിടെ പോയി പ്രോപ്പർട്ടീസ് എടുത്താണ് ആ നെയിം കോപ്പി ചെയ്തത്. പക്ഷേ നമുക്കിവിടെ വേണമെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. ഇവിടെ നമുക്ക് സെലക്ട് ഫ്രം ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിലും ഫയൽ നമുക്ക് ആ ഡ്രൈവിൽ പോയി ഡയറക്റ്റ് ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, എവിടെയാണോ നമ്മുടെ ആ TDL ഫയൽ കിടക്കുന്നത് അതിൽ പോയി ആ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്ത് അതിൽ സെക്യൂരിറ്റി ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ നെയിമും പാത്തും കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന വഴിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നമുക്കല്ലാതെ വേറൊരു ഓപ്ഷനും കൂടിയുണ്ട് ഈ ഫയൽ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. അതിന് നമ്മളിവിടെ സെലക്ട് ഫ്രം ഡ്രൈവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഏതാണോ നമ്മുടെ ഡ്രൈവ് അതിലോട്ട്, ഇപ്പോൾ എൻ്റെ ഫയൽ കിടക്കുന്നത് Gക്കകത്താണ്, ഞാൻ അതിൽ പോയി Gക്കകത്ത് ഇവിടെ ഫ്രീ TDL എന്നുള്ള ഫോൾഡർ വന്നു, അതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ കിടപ്പുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് പർച്ചേസ് അവോയ്ഡ്.
അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും ഇവിടെ നിന്ന് ഫയൽ ലോഡ് ചെയ്യാം. അപ്പോൾ അത് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അത് ഓൾറെഡി തൊട്ട് മുകളിൽ അത് കിടപ്പുള്ളതുകൊണ്ട് ഞാനിതിപ്പോൾ എൻഡ് ഓഫ് ലിസ്റ്റ് അടിച്ച് കളയുകയാണ്. നമ്മളൊന്നും നമുക്ക് അടുത്തതായിട്ടൊന്നും കൊടുക്കാനില്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് അടിച്ച് കളഞ്ഞാൽ മതി. ഇപ്പോൾ ഞാൻ എൻഡ് ഓഫ് ലിസ്റ്റ് അടിക്കുമ്പോഴത്തേക്ക് അത് പോകും. ഒന്നും കൂടി കാണിച്ചു തരാം. മാനേജ് ഫയൽ എടുത്തു, ഞാനിവിടെ വന്നിട്ട് ഞാനിപ്പോൾ എൻഡ് ഓഫ് ലിസ്റ്റ് അടിച്ചു. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. F4 പോവുക, ക്ലിക്ക് എൻ്റർ ചെയ്യുക, നമ്മുടെ പാത്ത് Ctrl+Alt+V ചെയ്യുക, അല്ലെങ്കിൽ സെലക്ട് ഫ്രെയിം ഡ്രൈവ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ Ctrl+Alt+V കൊടുത്തപ്പോൾ ആ ഫയൽ ഇവിടെ വന്നു, പേസ്റ്റ് കൊടുത്തപ്പോൾ ഇവിടെ വന്നു, ഞാൻ എൻ്റർ അടിച്ചു. ഇനി ലോഡ് TDL S കൊടുക്കുന്നുണ്ട്, എൻ്റർ അടിച്ചു. എൻ്റർ അടിക്കുമ്പോൾ വീണ്ടും അടുത്ത ഏതെങ്കിലും ഫയൽ കൊടുക്കുന്ന കാര്യമാണ് അവർ ചോദിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക. എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ലോഡഡ് എന്ന് പറഞ്ഞ് അവർ കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ TDL ഫയലിനകത്ത് ലോഡായിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാം. എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ഫയൽ ഇതിനകത്ത് ലോഡഡ് ആയെങ്കിൽ മാത്രമേ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. പർച്ചേസ്, ഡ്യൂപ്ലിക്കേറ്റ് പർച്ചേസ് ബ്ലോക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഈ TDL ആൻഡ് ആഡ് ഓൺസിനകത്ത് ആ ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ നോക്കുക, ഇത് ലോഡഡ് ആണോ എന്ന് നോക്കുക. ലോഡഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ വർക്കാവുകയില്ല, ഇത് വർക്ക് ചെയ്യത്തില്ല ഈ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ലോഡഡ് ആവാത്ത കാരണം 2 കാരണങ്ങൾ കൊണ്ടുവരാം. ഒന്നുകിൽ നമ്മളിവിടെ ലോഡ് TDL എന്നുള്ളത് നോ കൊടുത്തത് കൊണ്ടുവരാം. രണ്ടാമത് നമ്മൾ ഈ പാത്തിനകത്താണല്ലോ, എൻ്റെ കമ്പ്യൂട്ടറിൽ ഈ ഡ്രൈവിൽ ഫ്രീ ടാലി TDL എന്നുള്ള ഫോൾഡറിനകത്താണല്ലോ ഇതുള്ളത്, ഫയലുള്ളത്. ആ ഫോൾഡറിൽ നിന്ന് ഈ ഫയൽ ഡിലീറ്റായി പോയാലും ഇവിടെ ഈ ഫംഗ്ഷൻ വർക്കാവത്തില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഫയൽ എവിടെയാണോ കിടക്കുന്നത് ആ ഫോൾഡറിൽ നിന്ന് അത് ഡിലീറ്റ് ആവാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇവിടെ ഇത് ലോഡഡ് ആണോ എന്നുള്ളതും ശ്രദ്ധിക്കുക. എസ് അല്ല നോയാണ് കൊടുത്തെങ്കിൽ ലോഡഡ് ആവത്തില്ല. ഇവിടെ അപ്പോൾ അത് ലോഡഡ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ലോഡഡ് അല്ല എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ രണ്ടർത്ഥം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫയൽ ഡിലീറ്റായി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ അവർ നോ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു പർച്ചേസിനകത്ത് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ 23/3/2021 സപ്ലയർ ഇൻവോയ്സ് നമ്പർ 1, ഡേറ്റ് 23/3/2021, പാർട്ടി നെയിം ഞാൻ മരക്കാറെന്ന് കൊടുക്കുകയാണ്. വേറൊന്നും എൻ്റർ ചെയ്യേണ്ട, ഞാൻ എൻ്റർ അടിച്ച് പോവുകയാണ്. ഇവിടെ ഞാനത് സ്റ്റോക്ക് വൈസ് അല്ല, ഞാനൊരു ഹെഡാണ്, പർച്ചേസിൻ്റെ ഹെഡാണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. പർച്ചേസ് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തിട്ട് ഞാനൊരു 1000 രൂപ വാല്യൂ എൻ്റർ ചെയ്തു. എൻ്റർ അടിച്ച് പോയി ഞാൻ സേവ് ചെയ്തു. ഇനി ഞാനിപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ആ പർച്ചേസ് റെക്കോർഡായിട്ടുണ്ട്. ആ പർച്ചേസ് എന്ന് പറഞ്ഞാൽ 1000 രൂപ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഡിസ്പ്ലേ അക്കൗണ്ട്സ് ബുക്ക് പർച്ചേസ് രജിസ്റ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പർച്ചേസ് ഇവിടെ കാണാനും പറ്റും. 1 നമ്പർ ഇൻവോയ്സ് മരക്കാറ്, എമൗണ്ട് 1000. ഓക്കെ, അപ്പോൾ ഞാൻ ആ ബിൽ നമ്പർ 1 നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടി ആ ബില്ല് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. 23 സെയിം ഡേറ്റ് തന്നെയാണ്. സപ്ലൈ നമ്പർ ഞാൻ 1 ആണ്, ഡേറ്റ് അത് തന്നെയാണ്. പാർട്ടി നെയിം ഞാൻ മരക്കാറ് കൊടുക്കുകയാണ്. മരക്കാറ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു എറർ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ എറർ റിപ്പോർട്ടിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി എൻറ്റേഡ് ദിസ് ഇൻവോയ്സ് നമ്പർ, പ്ലീസ് ചെക്ക് ഇൻവോയ്സ് നമ്പർ എന്നാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഈ ഇൻവോയ്സ് നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്, ഇനി ഇത് ചെക്ക് ചെയ്യുക, നമ്മളൊന്നും കൂടി പരിശോധിക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ടാലി അത് ബ്ലോക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ സെയിം ബിൽ നമ്പർ എൻ്റർ ചെയ്തത് നമുക്കിവിടെ ബ്ലോക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഒരു സിറ്റുവേഷൻ. ഇനി ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഞാൻ ഒന്നും കൂടി ഒരു പർച്ചേസ് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഇനി ശ്രദ്ധിക്കുക, ഞാൻ ഡേറ്റ് ഇവിടെ മാറ്റുകയാണ്. ഞാൻ ഡേറ്റ് F2 ക്ലിക്ക് ചെയ്തിട്ട് 31/3/2021 കൊടുക്കുകയാണ്. കണ്ടോ, ശ്രദ്ധിക്കുക, 31/3/2021 ഇനി ഞാൻ ബിൽ നമ്പർ 1 കൊടുക്കുകയാണ്. ഇവിടുത്തെ ഡേറ്റും 31/3 തന്നെയാണ്. പാർട്ടി നെയിം ഞാൻ മരക്കാറ് എൻ്റർ ചെയ്യുകയാണ്. കണ്ടോ, അപ്പോഴും അവർ ബ്ലോക്ക് ചെയ്ത് കാണിച്ചു തന്നു. പക്ഷേ നമ്മളിവിടെ ഡേറ്റ് മാറ്റിയാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ മരക്കാരൻ്റെ പർച്ചേസ് എൻ്റർ ചെയ്തിരിക്കുന്നത് 23/3/2021 പക്ഷേ ഈ പർച്ചേസ് ഞാൻ എൻ്റർ ചെയ്തത് 31/3 പക്ഷേ അവരിവിടെ ബ്ലോക്ക് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ ഡേറ്റിന് ഇവിടെ പ്രസക്തിയില്ല. ഡേറ്റ് ഏതുമേ ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ ഈ TDL ഇത് ബ്ലോക്ക് ചെയ്യുന്നത്
ഇൻവോയ്സ് നമ്പറും പാർട്ടി നെയിമും വെച്ചാണ് അവർ ബ്ലോക്ക് ചെയ്യുന്നത്. അല്ലാതെ അവർ ഡേറ്റിൽ ഇവിടെ പ്രസക്തിയില്ല. അവർ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇൻവോയ്സ് നമ്പർ 1 പാർട്ടി നെയിം മരക്കാറാണ്, അത് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തു. നേരത്തെ ഈ ബില്ല് എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഡേറ്റിന് ഇവിടെ പ്രസക്തിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്കിത് പറ്റാത്തൊരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പർച്ചേസിൽ ഒന്നും കൂടി കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി എൻട്രി ചെയ്തിട്ടുണ്ട്. സപ്ലയർ ഇൻവോയ്സ് നമ്പർ 1, പാർട്ടി നെയിം മരക്കാറ്, ഡേറ്റ് 23/3, പർച്ചേസ് 1000 രൂപ. ഓക്കെ, ഇനി ഞാൻ കൊടുക്കുകയാണ്. F2 അടിച്ചിട്ട് ഡേറ്റ് 23/3/2021 കൊടുക്കുകയാണ്. ഇൻവോയ്സ് നമ്പർ ഞാൻ A1 എന്ന് കൊടുക്കുകയാണ്. A1 ശ്രദ്ധിക്കുക, നേരത്തെ കൊടുത്തത് 1 ആണ്, നേരത്തെ എൻട്രി ചെയ്ത പർച്ചേസ് 1 ആണ്, ഇത് A1 ആണ്. ഡേറ്റ് അത് തന്നെയാണ്, പാർട്ടി നെയിം മരക്കാറാണ്. കണ്ടോ, അത് എൻട്രി ചെയ്യുമ്പോഴത്തേക്കും അടുത്ത എൻട്രി ചെയ്ത് പോകാനായിട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ അവർ ബ്ലോക്ക് ചെയ്ത് കാണിക്കുന്നില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ നേരത്തെ ബിൽ നമ്പർ സപ്ലയർ ബിൽ നമ്പർ 1ഉം ഇത് A1 ആണ്. അപ്പോൾ നമ്മുടെ ഈ TDL ഫയലിൻ്റെ കോഡിങ്ങിൽ അത് വ്യത്യാസം വരും. കാരണം A1 എന്നുള്ളത് വേറൊരു നമ്പറായിട്ടാണ് അവർ കാണുന്നത്. അതിനകത്ത് 1 വന്നെന്നും പറഞ്ഞ് അവർ ബ്ലോക്ക് ചെയ്യാറില്ല. ആ സെയിം ബിൽ നമ്പർ എന്താണോ നേരത്തെ എൻട്രി ചെയ്ത ബിൽ നമ്പർ, ആ സെയിം ബിൽ നമ്പറിൽ തന്നെ നമ്മൾ എൻട്രി ചെയ്താൽ മാത്രമേ അവർ ബ്ലോക്ക് ചെയ്യത്തുള്ളൂ. സെയിം സപ്ലയറും ആയിരിക്കണം. മറിച്ച് 1 നമ്പർ ബില്ല് XYZ എന്നുള്ള സപ്ലയർ ഇവിടെ മരക്കാരൻ്റെ സ്ഥാനത്ത് XYZ എന്നുള്ള സപ്ലയറിൻ്റെ പേരിൽ എൻട്രി ചെയ്താൽ അവർ ബ്ലോക്ക് ചെയ്ത് കാണിക്കത്തില്ല. കാരണം അതൊരു വേറൊരാളുടെ നിന്ന് വന്ന പർച്ചേസാണ്. അപ്പോൾ നമുക്ക് ഒരേ ഇൻവോയ്സ് നമ്പറിൽ നിന്ന് വേറൊരാളെ നിന്നും നമുക്ക് പർച്ചേസ് വരാം. കാരണം അവരുടെ ഇൻവോയ്സിങ് സീരീസ് വരുന്ന സിസ്റ്റം അങ്ങനെയാണെങ്കിൽ നമുക്കത് ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഒരേ ആളുടെ നിന്ന് ഒരേ നമ്പറിൽ വരുന്ന ബില്ല് നമ്മൾ ആദ്യം എൻട്രി ചെയ്തു, രണ്ടാമതും ആ സെയിം ബിൽ നമ്പറും സെയിം ആളും നമ്മൾ എൻട്രി ചെയ്യാൻ നേരത്താണ് ഇവരിത് ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു തരുന്നത് ഇങ്ങനെയൊരു പർച്ചേസ് നേരത്തെ എൻട്രി ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഡേറ്റിന് പ്രസക്തിയില്ല. ഡേറ്റിന് പ്രസക്തി ഇല്ല എന്ന് പറയാൻ കാരണം ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്നു. 23/3 എൻട്രി ചെയ്ത പർച്ചേസ് ഞാൻ 31/3 എൻട്രി ചെയ്തു. പക്ഷേ ബിൽ നമ്പർ 1ഉം പാർട്ടി നെയിമും മരക്കാറും കൊടുത്തത് കൊണ്ട് അതവിടെ ബ്ലോക്കായി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്കൊരു പർച്ചേസ് ബ്ലോക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പുതിയതായി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ TDL ഫയൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID കമൻറ്റ് ചെയ്യുക, ഞാൻ അതിലോട്ട് മെയിൽ ചെയ്യുന്നതായിരിക്കും.